എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ എടുത്തു വെച്ചേക്കുന്ന എന്താണെന്ന് മനസ്സിലായി കാണും. എല്ലാവർക്കും ഒരു മീനാണ്. പക്ഷെ ഈ മീനിനൊരു പ്രത്യേകതയുണ്ട്. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, എന്ന മാതിരിയാണ് പുള്ളിക്കാരി ഇപ്പം നാട്ടിലൂടി നടക്കുന്നത്. നാട്ടിൽ നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും, ഏത് തട്ടുകടയിൽ പോയാലും, വലിയ ഹോട്ടലിൽ പോയാലും അവിടെ മെയിനായിട്ട് എഴുതി വെച്ചേക്കുന്നത് കാളാഞ്ചി പൊള്ളിച്ചത്, കാളാഞ്ചി കറി വെച്ചത്, കാളാഞ്ചി മുളക് കറി വെച്ചത്, ഇങ്ങനെ അങ്ങ് അഡ്വർടൈസ്മെന്റ് ആണ്. കാളാഞ്ചി കാളാഞ്ചി കാളാഞ്ചി, ഇതേ ഉള്ളു നാട്ടിൽ ചെന്നാൽ നമുക്കിപ്പോൾ കേൾക്കാനുള്ളത്. അങ്ങനെ ഞാനും നാട്ടിൽ പോയപ്പം ഈ കാളാഞ്ചി പൊള്ളിച്ചതും കഴിച്ചു, കറി വെച്ചതും കഴിച്ചു. അപാര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി മുള്ളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഈ സൂപ്പർ സ്റ്റാറിന്. അങ്ങനെ ഞങ്ങൾ ദുബായിക്ക് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കാളാഞ്ചി കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ തപ്പിയപ്പോഴാണ് എൻ്റെ ബിൽഡിങ്ങിന്റെ താഴെ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് കാളാഞ്ചി മീൻ കിട്ടി. അവിടുത്തെ ഫിഷ് കടയിൽ എനിക്ക് കാളാഞ്ചി മീൻ കിട്ടി. അപ്പം ഞാനൊരു കാളാഞ്ചി അങ്ങ് വാങ്ങിച്ചു. അവനാണ് ഇവൻ. എന്താ വിലയെന്നറിയാമോ? 1 കിലോയ്ക്ക് 28 ദിറംസ് 99 ഫിൽസ്, അതായത് 29 ദിറംസ് 1 കിലോയ്ക്ക്. അവനാണ് ഇവൻ. കണ്ടില്ലേ, ഇയാൾ ഇത്ര ഫേമസ് ആണ്. അതിൻ്റെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആ. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഈ മീനിന്റെ ടേസ്റ്റും അറിയാം. അപ്പൊ ഇത് ഏകദേശം ഏതാണ്ട് ഒരു 3/4 കിലോയോളം ഉണ്ട്. ഇതിന് 764 ഗ്രാം ഉണ്ട്. അപ്പൊ ഇതിന് 22 ദിറംസ് 15 ഫിൽസായി. അപ്പൊ ഇവന് കടക്കാര് നല്ലതായിട്ട് ക്ലീൻ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും നല്ല ഈ കറുപ്പൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്കങ്ങ് കഴുകി കളയണം. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ ഒന്ന് ക്ലീൻ ചെയ്യാനിടാം നമുക്ക്. പിന്നെ ഒരു കാര്യം, ഇത് എങ്ങനെ വെച്ചാലും ഫ്രൈ ചെയ്താലും സൂപ്പറാണ്, തവയെ വെച്ച് പൊള്ളിച്ചെടുത്താലും നല്ലതാണ്, മുളക് കറി നല്ലതാണ്, തേങ്ങ വറുത്തരച്ച് വെക്കാനും നല്ലതാണ്, പിന്നെ മാങ്ങ ഇട്ട് കറി വെക്കാൻ നല്ലതാണ്. ഏത് തരത്തിൽ ഇദ്ദേഹത്തെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനൊരു ചെറിയ പരിപാടി. ഇദ്ദേഹത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേസിനകത്ത് ഇച്ചിരി വെള്ളം, ഇച്ചിരി ഗോതമ്പ് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. എൻ്റെ മാംസത്തിന് ഒത്തിരി ഉടവൊന്നും പറ്റ, ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉടയും. ഇതിനെ ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇട്ട് വെക്കാൻ പോവാം. ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാട പോലെ ഇതിനകത്ത് ഈ കറപ്പെല്ലാം അങ്ങ് ഇളക്കി കളയാം. തൊലിയൊന്നും ഇരിക്കേണ്ട ആവശ്യം അപ്പോൾ വരത്തില്ല. അപ്പോൾ ഇപ്പം അതാ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഞാനിതൊരു കറി വെക്കാനുള്ള മസാലകളെല്ലാം എടുത്തു. ഒരു കുറച്ച് കൊച്ചുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കണ്ടേ. ഞാൻ ഉണ്ടാക്കുന്നത് മുളക് കറിയാണ്. അപ്പോഴേ വെച്ചിരുന്ന് കൂട്ടാനാണെങ്കിൽ മല്ലിപ്പൊടിയുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉള്ള കാരണം പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇതിപ്പോൾ 3/4 കിലോ മീനല്ലേ ഉള്ളത്. അപ്പം 3/4 കിലോ മീനാകുമ്പോൾ ഒരു 4 ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൊടി ഉപയോഗിക്കാം. 4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരുവായിരിക്കും. ഇത്രയും അങ്ങോട്ട് എടുക്കാം. 4 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശക്കല ഉലുവാപ്പൊടിയൊക്കെ നമുക്ക് പിന്നെ ചേർക്കണം. അപ്പോൾ ഒരു ശക്കല ഉലുവാപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ അരപ്പ് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും, എന്നിട്ട് ഇരട്ടിക്കുകയും ചെയ്യും. വെള്ളത്തിനകത്തിരുന്ന് കുതിർന്നിട്ടിത് ഡബിൾ ആവുകയും ചെയ്യും. അപ്പം നമുക്കിത് പിന്നെ ചട്ടിയിലിട്ട് നമ്മളിത് വാട്ടുമ്പോൾ മസാല കരിഞ്ഞും പോകത്തില്ല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ആക്കി വയ്ക്കാം. അപ്പോഴത്തേക്ക് അവൻ അവിടെ വെള്ളത്തിൽ കിടക്കുകയാണ്. അവനെയും കൂടി ഇനി ക്ലീൻ ചെയ്യാം. ഇത്രയും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ കറി വെക്കാൻ എളുപ്പമല്ലേ. അപ്പം എന്താ ഇത് ഞാനിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചു. കണ്ടില്ലേ. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കറി വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ. ഇങ്ങനെ ഈ കടുക് പൊട്ടിക്കുന്നതിന് പകരം ഉലുവയാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് ഒരുപാട് മൂക്കാനായിട്ടൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യണ്ട.
അത് ഈ ഓയിലിനകത്ത് കിടന്ന് നന്നായിട്ട് ഈ മസാലയുടെ ഒക്കെ കൂടെ കിടന്നങ്ങ് മൂത്തോളും. ഇപ്പം തന്നെ ഓൾറെഡി അത് പൊട്ടുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇതൊക്കെ അരിഞ്ഞില്ല, ചതച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇഞ്ചി അത് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് കറി തന്നെ, മീന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഈ ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ ആകുന്നിടം വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴരാൻ വേണ്ടിയിട്ടൊരു ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് കറിയൊക്കെ വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഓയിൽ ചേർക്കണം. ഓയിൽ ചേർക്കുന്നതനുസരിച്ച്, പച്ചവെളിച്ചെണ്ണ ചേർക്കുന്നതനുസരിച്ച് നമുക്ക് രുചി കൂടും. പക്ഷേ എല്ലാം അവനവൻ്റെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് വേണം ഒഴിക്കാം. അപ്പോൾ ഇത് ഒന്ന് വാടട്ടെ. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലപോലെ ഒഴിച്ചിട്ടുണ്ട്, 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കിടന്ന് ലൈറ്റ് ബ്രൗൺ ആകട്ടെ. അപ്പം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം അത് ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങ് കൂടിയില്ലേ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ. ഇവനെ നമുക്ക് പച്ചച്ചുവ മാറാനായിട്ട് ഈ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചട്ടിയുടെ ചുവട്ടി പിടിക്കത്തുമില്ല, നന്നായിട്ട് പച്ചച്ചുവ മാറി കിട്ടുകയും ചെയ്യും. നമ്മുടെ അരപ്പ് ദാണ്ട് നന്നായിട്ട് മൂത്ത് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ എല്ലാം ഇങ്ങനെ പൊങ്ങി തെളിഞ്ഞ് വന്നത് കണ്ട. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുടംപുളി ഇട്ട വെള്ളവും കൂടെ നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഉപ്പും പുളിയൊക്കെ മുമ്പിലിരിക്കണം. അപ്പം കുടംപുളിയുടെയൊക്കെ പുളി അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഉപ്പിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഉള്ളി വഴറ്റാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിടാമല്ലോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തർക്ക്, ചിലർക്ക് കുറുകിയ ഗ്രേവിയാണ് ഇഷ്ടം, ചിലർക്ക് നേർമയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിലുള്ളതാണ് ഇഷ്ടം. ഉപ്പ് നോക്കാം. പിന്നെ പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പുളിയുടെ 2-3 കഷ്ണം പെറുക്കി മാറ്റാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അപ്പം ഇനി ഈ വെള്ളവും പുളിയും ഉപ്പും ഈ മസാലയെല്ലാം കൂടെ കിടന്നങ്ങോട്ട് തിളച്ച് എണ്ണയെല്ലാം അങ്ങോട്ട് പൊന്തി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മീൻ പെറുക്കിയിടാവൂ. ഇവിടെ മീൻ ഒരുപാട് വേവില്ല. അപ്പം ഇതിനെ നമുക്കിവിടെ ഭദ്രമായിട്ട് അനക്കാതെ വെക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട്, 2 മിനിറ്റ് വേണ്ടി വരത്തില്ല, ചട്ടിയൊക്കെ നല്ല ചൂടായി കിടക്കില്ല. തീ കുറച്ചിട്ടാൽ മതി. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് അവനെ നമുക്ക് തിളപ്പിക്കാം. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ഉപ്പും പുളിയെല്ലാം ഞാൻ നോക്കി. എല്ലാം ഒരു ഇച്ചിരി മുൻപിലിരിക്കുകയാണ്. കാരണം അങ്ങനെ ഇരുന്നാൽ ആ മീനിൻ്റെ കഷ്ണങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടും. നല്ല ഉളുമ്പ്, നമ്മൾ ഈ ഗോതമ്പ് പൊടിക്കകത്തും വിനാഗിരിക്കകത്തും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉളുമ്പൊന്നും വരത്തില്ല, എല്ലാ ഉളുമ്പും പോവും. ഈ മീനൊരു ഉളുമ്പ് ചെവയുണ്ട്, അതുണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ല, മീൻ ഒരു ഇത് വരും. അപ്പം നമുക്കിവനെ എടുത്തതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർ കാളാഞ്ചിയെ നമുക്കും കിട്ടി. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എത്രത്തോളം ഫ്രഷ് ആണെന്നും ഒന്നും നമുക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വാങ്ങിക്കുകയാണ് കാളാഞ്ചി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഇനി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കാളാഞ്ചി വരുമ്പോൾ നമ്മളോടൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാമല്ലോ നല്ലതാണെങ്കിൽ. ആദ്യം ഒരെണ്ണം വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഈ കടയിലൊക്കെ വെട്ടിയാലുള്ള കുഴപ്പമൊന്നുമില്ല, ഈ വയറങ്ങ്
ഇതാക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കഷ്ണമെല്ലാം അങ്ങ് മലക്കും. ഞാൻ എൻ്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഇനിയും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ പതുക്കെ അവനെ ഒന്ന് എല്ലായിടത്തേക്കും താത്തു കൊടുക്കണം. തലയ്ക്ക് സ്പേസ് കൊടുക്കുക. തലയൊക്കെ അവരങ്ങ് വെട്ടി അങ്ങ് പൊളന്നു. എന്നിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് അമങ്ങും. അപ്പം നമുക്ക് ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇവനെ ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തൊന്ന് തുറന്ന് നോക്കി ഒന്ന് വട്ടം ചുറ്റിച്ചൊക്കെ വെക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻ അടച്ച് ചെറിയ തീ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റായി. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം തുറന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തായിരുന്നു. അപ്പം നമ്മൾ പൊടിയിലൊരിച്ചിരി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്, കടു താളിക്കാൻ നേരത്തെ ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു ഇച്ചിരി ഒരു നുള്ള ലാസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചൊരു 4-5 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്ക് ഈ എണ്ണ സൈഡിലിരിക്കുന്നതൊക്കെ അങ്ങ് തെളിഞ്ഞ് വരും. ഉപ്പും പുളിയൊക്കെ നോക്കണം. ഇപ്പോൾ കുറവാണെങ്കിൽ നമുക്കെല്ലാം ചേർക്കാൻ പറ്റും. ഒരിച്ചിരി പുളി മുൻപിൽ നിൽക്കണം, എന്നാലേ നമ്മുടെ മീനിൻ്റെ കഷ്ണത്തിനെല്ലാം ഇത് പിടിക്കത്തുള്ളൂ. കാരണം ഇതിപ്പോൾ വെച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് നാളെ എടുക്കുമ്പോഴത്തേക്ക് ഈ മീൻ കറിയുടെ ടേസ്റ്റ് വേറെയാണ്. മുളക് കറിയൊക്കെ എപ്പോഴും അങ്ങനെ നമ്മൾ വെക്കുന്ന ഉടനെ ഉപയോഗിക്കാതെ നാളെ എടുക്കണം. ഞാനിതിപ്പോൾ നാളെ എടുക്കത്തുള്ളൂ കേട്ടോ, ഇന്നെടുക്കത്തില്ല. ഇന്ന് ഞാൻ മാറ്റി ഒളിച്ചു വെക്കും ആരും കാണാതെ, എന്നിട്ട് നാളെ എടുക്കും. അപ്പം ഞാനിന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. പെർഫെക്റ്റ് ആയിട്ടെല്ലാം ഉണ്ട്. പുളി ഒരിത്തിരി മുമ്പിൽ നിൽക്കുക, അതങ്ങനെ നിന്നോട്ട്, കഷ്ണത്തിനെല്ലാം പിടിക്കണ്ടേ. അപ്പം നമുക്കിവനെ ഇനിയൊരു തുറന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഇവനെ ഒന്ന് തിളപ്പിക്കാം. ഗ്രേവിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് വറ്റിച്ചെടുക്കണം. എനിക്കൊരു ഇച്ചൂടെ വറ്റണം, ഇച്ചൂടെ എല്ലാം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിയണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചു. ഇനി നമുക്ക് ഇതൊരിത്തിരി കറിവേപ്പിലയും വേണമെങ്കിൽ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇറ്റിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എങ്കിലും ലാസ്റ്റ് ഒരു ശക്കലം വേണമെങ്കിൽ ഒരു ചടങ്ങ് മാതിരി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കഷ്ണത്തെ ഒന്ന് നോവാതെ കറിവേപ്പിലയൊക്കെ ഒന്ന് നിരത്തിയിട്ട്, നല്ല മണമുണ്ട് കേട്ടോ. നല്ല ഈ സാധാരണ മീൻ തിളയ്ക്കുന്ന മണമല്ല, നല്ലൊരു നമുക്കിഷ്ടം തോന്നുന്ന ഒരു മണം. ഗ്രേവിക്ക് ഇത്രയും കൊഴുപ്പുണ്ട് കണ്ടോ. ഈ കൊഴുപ്പ് മതി. ഇവിടെ കുറുകുറാന്നിരിക്കരുത്. ഇവിടെ ഒരു ഇച്ചിരി ലൂസ്, ഒരു മീഡിയം പരുവത്തിലിരിക്കണം. ഉപ്പും പുളിയും എല്ലാം ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി മുൻപിൽ നിൽക്കുകയാണ്. അത് കഷ്ണത്തെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതാകും. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാനിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ചട്ടിയല്ലേ, ഇതുപോലെ ഇരുന്ന് തിളച്ചിട്ട് ആ വെളിച്ചെണ്ണയെല്ലാം തെളിയും. അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ കാളാഞ്ചിയെ വാങ്ങിച്ചിട്ട്, ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തവർ വാങ്ങിച്ചിട്ട് മുളക് കറി വയ്ക്കുകയോ ഫ്രൈ ചെയ്യുകയോ മാങ്ങയിട്ട് വെക്കുകയോ ഒക്കെ ചെയ്യണം. ഞാനിപ്പോൾ ഇത് മുളക് കറി വെച്ചതും ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് ആദ്യമായിട്ടാണ് കാളാഞ്ചി വാങ്ങിക്കുന്നത്. അപ്പോഴേ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, രുചി എന്താണെന്നും ഫ്രഷ് ആണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരെണ്ണം വാങ്ങിച്ചത്. അത് ഞാൻ മുളക് കറി വെച്ചു. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നല്ല സോഫ്റ്റ് മീറ്റിനൊന്നും ഒരു അരുചിയൊന്നുമില്ല. നല്ലതാണ്. അപ്പം ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുകയാണ്, കാളാഞ്ചി കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുക, കറി വയ്ക്കുക. ഒപ്പം ഒരു ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടെങ്കിൽ സംഗതി വേറെ ലെവലാകും. അപ്പം എല്ലാവരും കാളാഞ്ചി വാങ്ങിക്കണേ, ആരും മറന്നു പോകരുത്. നാട്ടിലിപ്പോൾ ഇയാളാണ് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. എവിടെ ചെന്നാലും ഇവനുണ്ടാകും. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇയാൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ സ്പൂണിങ്ങനെ വെച്ചിട്ട് അടപ്പ് പകുതിയാക്കി ഇങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നമ്മുടെ മീൻ കറി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അവസ്ഥ കണ്ടോ. നല്ല ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ടോ.
ഇതേപോലെ തന്നെയാണ് ഇവൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മുടെ കാളാഞ്ചി ആരും വാങ്ങിച്ച് കറി വയ്ക്കാതിരിക്കരുത്. അത്ര ടേസ്റ്റാണ്, അത്ര സോഫ്റ്റാണ് മാംസം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വലിയ കുഞ്ഞു കുഞ്ഞു മുള്ളൊന്നുമില്ല, വലിയ മുള്ളേ ഉള്ളൂ, എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇച്ചിരി കപ്പയോ നല്ല ചൂട് കുത്തരി ചോറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കാളാഞ്ചി വാങ്ങിച്ച് കറി വയ്ക്കണേ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് മോളിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്നതെല്ലാം. ഇത് വെളുത്ത ആവോലി മീൻ 3 എണ്ണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, അതായത് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി അരിഞ്ഞതുണ്ട്, 1 ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്, പിന്നെ 1 സവാള, 5 പച്ചമുളക്, തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ഇതൊരു 1 മുറി തക്കാളിക്ക് അതിനകത്തെ അരിയെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. കറിവേപ്പില, ഒരു മുറി നാരങ്ങയുടെ നീര് വേണം, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പട്ട കഷ്ണവും 1 ചെറിയ കഷ്ണവും 2 ഏലക്കായി, 2 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, 1 ശക്കല, 1/2 ടീസ്പൂൺ മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം. ഇത്രയാണ് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, ഇത് രണ്ടുമാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ മീനിനെ ഈ പാത്രത്തിനകത്തോട്ടിട്ട് നമുക്കൊരു ശക്കലം മസാല പുരട്ടണം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക, ശക്കലം മതി മുളക് പൊടി, ഒരു കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കണക്കാക്കി നാരങ്ങ നീര്. ഇത്രയും കൂടെ പുരട്ടി നമുക്ക് ഈ മീനിനെ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെക്കണം. ഈ വരഞ്ഞേക്കുന്നതിൻ്റെ ഇടയിലെല്ലാം കയറണം. വേണമെങ്കിൽ മീനൊന്ന് ചെറുതായിട്ട് മുറിക്കാം. ഇതിന് ഒരുപാട് മസാലകളൊന്നും വേണ്ട. ഇതിനെ ഒരു 10 മിനിറ്റ് നേരം ഞാനിങ്ങനെ അരപ്പ് പുരട്ടി വെക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കാണിക്കാം. നമ്മുടെ മീനെല്ലാം അരപ്പ് പുരട്ടി വെച്ചിട്ടൊരു 10 മിനിറ്റോളം ഞാൻ വെച്ചു. ഇനി നമുക്ക് ഇത് ചൂടായ എണ്ണ, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്, അതിലോട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരുപാടങ്ങ് മൂക്കണ്ട, തിരിച്ചു മറിച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് ആവോലി മീനല്ലേ, വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ മുള്ളും എല്ലാം ഒന്നും ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കളയാനില്ല. അത്ര നല്ല മീനായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള. ഇങ്ങനെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ തിരിച്ചിട്ടു, ഇത്രയും മൂത്താൽ മതി. അപ്പം നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് മീനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ അടുപ്പിലോട്ട് തന്നെ ചട്ടി വെച്ചിട്ട് ഈ എണ്ണ തന്നെ നമുക്കതിലേക്ക് കുറച്ചൊഴിച്ച് കൊടുക്കാം. മൊത്തവും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ മീൻ മൂപ്പിച്ച എണ്ണ തന്നെയാണ് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് 2 ഏലക്ക, 1 കഷ്ണം പട്ട അതിട്ടു. അതിനുശേഷം അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ മീനിൻ്റെ എണ്ണ തന്നെ ഒഴിക്കുമ്പോൾ അതിനൊരു ആ ഫ്ലേവർ കൂടെ കിട്ടും നമുക്ക് നന്നായിട്ട്. കാരണം ഇതിനകത്ത് ഒത്തിരി അല്ലാതുള്ള മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ വെളുത്തുള്ളി, ഇഞ്ചി, ഇതും ചേർക്കും. എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിടണം. ഏലക്കായൊക്കെ ഇതിൻ്റെ കൂടെ കിടന്ന് തന്നെ പൊട്ടിക്കോളും. 1 കഷ്ണം പട്ടയും 2 ഏലക്കായുമാണ് ഇട്ടേക്കുന്നത്. വേറെ മസാലകൾ, ഗരം മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇപ്പോൾ ആവോലി മീൻ തന്നെ നമുക്ക് വേണമെന്നൊന്നും ഇല്ല. നമുക്ക് കറുത്ത ആവോലി കിട്ടും, നെയ്മീനുണ്ട്, നല്ല ദശക്കട്ടിയുള്ള നല്ല വലിയ അയില വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ചുമന്ന മീനില്ലേ, ചെമ്പല്ലിക്കോര, അത് വെച്ച് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞ ഒരു സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടിക്കോട്ടെ. ഞാനൊരു
കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. 5 എണ്ണം എടുത്ത് വെച്ചതിൽ ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തു. ഇതൊന്ന് വാടുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാള ഇതെല്ലാം വഴണ്ട്, ഇഞ്ചി പച്ചമുളകും എല്ലാം വഴണ്ടിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്കൊരു ശക്കല, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനകത്തേക്ക് തന്നെ നമുക്ക് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഉള്ള എരി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടുന്നത്. ഇത് കട്ടി കുറഞ്ഞ പാലെടുത്ത് വെച്ചേക്കുകയാണ്. ഒരു 1.25 ഗ്ലാസ് വെള്ളത്തിനകത്ത് എടുത്ത് വെച്ച് വെള്ളം പോലെ ആക്കി വെച്ചേക്കുകയാണ്. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു ശകലം നാരങ്ങാ നീരും കൂടെ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുകയാണ്. ശകലം. എന്നിട്ടിതിനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. ഇതൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ മീനൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വെച്ച ആ 2ാം പാലൊഴിച്ച് വെച്ച ആ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അങ്ങോട്ട് പെരുക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതങ്ങോട്ട് പെരുക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തനിപ്പാലെടുത്ത് വെച്ചേക്കുന്ന കട്ടിപ്പാലെടുത്ത് വെച്ചേക്കുന്ന അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകാനായിട്ട് ഉള്ള സമയം നമ്മൾ ഇതിന് കൊടുക്കാം. ആ 2ാം പാലിൽ കിടന്ന് മീൻ നന്നായിട്ട് തിളച്ച് ആ മീനിൻ്റെ മണം എല്ലാ പാലിലോട്ടും മസാലയ്ക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തനിപ്പാൽ കട്ടിപ്പാലെടുത്ത് വെച്ചേക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങിട്ട് തവി കൊണ്ട് ഇളക്കരുത്, കാരണം മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. വളരെ സോഫ്റ്റ് മീനല്ലേ ഇത്. അത് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കണം നമുക്ക്. ആ പാലൊഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തിട്ട് കരിവേപ്പില, ബാക്കിയിരുന്ന ആ പച്ചമുളക്, നമ്മളെ തക്കാളിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല. നമ്മൾ നാരങ്ങാ നീരിട്ടിട്ടുണ്ട്. പിന്നെ ഈ തക്കാളിക്ക് ഇങ്ങനെ കിടക്കുന്ന അത് കാണാൻ നല്ല ഭംഗിയല്ലേ, അതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. തനിപ്പാലൊഴിച്ച് കഴിഞ്ഞ് ഇരുന്ന് ഇതൊന്ന് കട്ടിയാകുകയും ചെയ്യും. ഇപ്പോൾ ഇച്ചിരി ലൂസിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്യാൻ. കട്ടിപ്പാലൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് തിളയ്ക്കുക, നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയില്ലേ കളറ് കാണാൻ. മഞ്ഞ, പച്ച, ചുവപ്പെല്ലാം കൂടെ ചേർന്ന് നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. ജസ്റ്റ് ഒരു തിള വന്നാൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ നോക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറുകും. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. ഉപ്പുമെല്ലാം കറക്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. കണ്ട് തിള വന്നു. ഞാൻ ചട്ടി ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യും. വെളിച്ചെണ്ണയുടെ സ്മെല്ലിച്ചൂടെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പം ഞാൻ ഒഴിക്കുന്നില്ല, നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ നല്ല വെള്ള ചോറുണ്ടല്ലോ, ബസ്മതി റൈസ് വെക്കുന്ന അത് വെച്ച് വെക്കുന്ന ചോറൂണിനും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ ഒരു മീൻ തന്നെ വേണമെന്നില്ല, നേരത്തെ പറഞ്ഞില്ലേ. ഏറ്റവും സൂട്ടാകുന്നത് അപ്പത്തിനും ഇടിയപ്പത്തിനുമാണ്. പിന്നെ വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിന്നൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത്, മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 2 അയില കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. അതിൻ്റെ തലയും എല്ലാം എടുത്തിട്ടുണ്ട്. 2 അയിലയാണിത്. പിന്നെ അതിന് വേണ്ടുന്നത് 1 മുറി തേങ്ങ, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില,
പിന്നെ ഞാനിത് വെക്കുന്നത് മാങ്ങ ഇട്ടാണ്. അപ്പം മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചേക്കുക. ഇതിങ്ങനെ ഈ കളറിലിരിക്കുന്നെങ്കിലും ഭയങ്കര പുളിയാണിത്. പഴുത്ത മാങ്ങ അല്ല, നല്ല വിളഞ്ഞ മാങ്ങയാണ്, നല്ല പുളിയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് അളവിലുള്ള ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഉള്ളി ചതയ്ക്കണം, പച്ചമുളക് ചതയ്ക്കണം. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ തേങ്ങ, ഈ മുളക് പൊടി, ഈ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചതച്ച് ഒന്ന് അരയണം. അതായത് അവിയലിന് അരയുന്ന അത്ര അരയരുത്, ഒന്ന് ചതഞ്ഞ് ഒന്ന് അമങ്ങി എടുക്കണം. ഞാൻ അരച്ച് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ കാണിക്കാം. ഈ ഉലുവാപ്പൊടി നമ്മൾ ഇപ്പം അരപ്പിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുന്നില്ല. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. വേണ്ട, ഞാൻ തേങ്ങയുടെ അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചതഞ്ഞ് ഒന്ന് നീങ്ങും, അത്രയേ ഉള്ളൂ. ചട്ടി പ്രത്യേക അടുപ്പേ ഞാൻ ചൂടാകാൻ വെച്ചു. ഇതിനകത്തേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഈ ചട്ടിയുടെ ചുവട്ടിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കണക്കാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരപ്പ് വേണ്ടി വരും. അതിനുശേഷം മിക്സി കഴുകിയ ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഈ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. തീ കുറച്ചിട്ടേക്കണം. മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില, അത് ചെറുതായിട്ട് നുള്ളിയിട്ടാൽ നല്ല ഒരു മണവും രുചിയൊക്കെ പെട്ടെന്ന് അതിൻ്റെ അത് കിട്ടും. അപ്പോൾ ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 ടീസ്പൂണിന് താഴെ ഉള്ളൂ, അതിൽ ഒരു കുറച്ച് ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണേ. ഒരുപാട് വെള്ളമായി പോകരുത്. കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനേ. ഉപ്പുണ്ടോ എന്ന് നോക്കണേ. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മീൻ പെറുക്കിയിട്ട് കൊടുക്കാം. വൃത്തിയായിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകി നല്ല വെള്ളം ക്ലിയർ ആകുന്നിടം വരെ നന്നായിട്ട് മീൻ തേച്ച് കഴുകണം. എന്നിട്ട് അതിനകത്തെ ആ കറുത്ത അഴുക്കുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണിത്. ഇത് നമ്മളിനി ഈ അരപ്പുമായിട്ടങ്ങ് യോജിപ്പിക്കാം. ഇതിന് തേങ്ങ അരപ്പ് നന്നായിട്ട് വേണം. നമ്മൾ മാങ്ങായിട്ട് വയ്ക്കുമ്പോഴേ നന്നായിട്ട് വേണം. യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ അടിയിൽ നമ്മൾ മിക്സ് ചെയ്ത അരപ്പ് ചട്ടി ചൂടായതുകൊണ്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിന് ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇത് ചാറായിട്ടിരിക്കുന്നതല്ല, നമ്മൾ അവിയലൊക്കെ എടുക്കുന്ന മാതിരി നല്ല പറ്റിയിരിക്കും. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ റെസിപ്പിയായത്. ഇതൊക്കെ നമ്മളങ്ങനെ പഴയകാല റെസിപ്പികളാണ്. ഇതൊക്കെ അമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇരിക്കട്ടെ. ശകലം വെള്ളവും കൂടെ ഞാനിങ്ങനെ ഈ സൈഡിൽ നിന്ന് അരപ്പെല്ലാം ഇങ്ങനെ വരത്തക്ക രീതിയിൽ ശകലം കൂടെ ആക്കി എല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ അങ്ങ് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവാൻ അനുവദിക്കാം. മീനൊന്നും വലിയ വേവില്ല, എങ്കിലും മാങ്ങായും തേങ്ങായും എല്ലാം വേവണ്ടേ. നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ വേവാനായിട്ട് വിട്ട് കൊടുക്കാം. ഇത് പെരണ്ട അല്ല, അവിയൽ പരുവത്തിലായിരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വെള്ളം കൂടുതൽ ഒഴിക്കരുത്. ഞാൻ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് ഇളക്കരുത്. സോഫ്റ്റ് മീനല്ലേ, തീ കുറച്ചിട്ടിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്താ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കിക്കണം.
ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേണ്ട, നമ്മൾ കുറച്ചല്ലേ വെള്ളം ഒഴിച്ചുള്ളൂ. എന്നിട്ട് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. മാങ്ങയുടെയും കളറ് കണ്ട, നല്ല കളറല്ലേ. അതേപോലെ ഈ കളർ പോലെ തന്നെ ടേസ്റ്റുമാണ്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഇതിരുന്ന് ഇനി ഞാൻ ഒന്നുകൂടെ അടച്ച് വെക്കാൻ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമായി, നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്നു നോക്കാം. നല്ല തിളച്ച് നെയ്യ് വെളിച്ചെണ്ണ നമ്മൾ ആ ചട്ടിയിൽ ഒഴിച്ചതെല്ലാം നല്ല മണ്ടയിൽ തെളിഞ്ഞു വന്നു. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉലുവാപ്പൊടി ബാക്കിയില്ലേ, അതൊരു ശകലം കൂടെ, എല്ലാം കൂടെ ഒരു 1/2 ടീസ്പൂണും ഇച്ചിരും കൂടെ ഉലുവാപ്പൊടി ഇടാം. കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ശകലം കൂടെ എന്നല്ല, നന്നായിട്ടങ്ങ് ടേസ്റ്റ് കൂടും. ഇത് ഞാനില്ല ബീഫിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഇപ്പോൾ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇത് തണുത്ത് കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഉപ്പും പുളിയെല്ലാം നോക്കണം. നല്ല വെളിച്ചെണ്ണയുടെയും മാങ്ങയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ആവശ്യത്തിന് പുളി എല്ലാം ഉണ്ട്. മാങ്ങ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മാങ്ങയുടെ പുളി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കണ്ടില്ലേ, ഇതിന് ഈ ചട്ടിയിലിരുന്ന് ഒന്നുകൂടെ അങ്ങ് വയ്ക്കും. ഇത് കണ്ട, മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് തൊടാൻ വയ്യ, നല്ലപോലെ വെന്തിട്ടുണ്ട് മാങ്ങയൊക്കെ. അപ്പം എല്ലാവരും അയിലയോ മത്തിമീനും വെക്കാൻ നല്ല ഒരുപാട് നെയ്യുള്ളതല്ല, നല്ല കൊച്ചുമത്തി കിട്ടുമല്ലോ, അതും ഇതുപോലെ ചാള ഇതേപോലെ വെക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ച്. അയിലയും മത്തിക്കുമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വരുന്നത്, മാങ്ങായും തേങ്ങായും ഇട്ട് വെക്കുന്നതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു സിമ്പിൾ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നല്ല അയില കിട്ടി. ഇതൊരു 4 അയില കഴുകി വൃത്തിയാക്കി, ഒരയില 3 കഷ്ണമായിട്ട് മുറിച്ചേക്കുക. അത്യാവശ്യം നല്ല വലിയ കഷ്ണമാണ്, 3 കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്കത് വളരെ ഈസി ആയിട്ടൊരു മുളക് കറി അങ്ങ് വയ്ക്കാം. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പേ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി, ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായിക്കോളും. ഇപ്പം ഓൾറെഡി ചട്ടി ചൂടായി കിടക്കുന്നത്, വെളിച്ചെണ്ണ ചൂടായിക്കോളും. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കണക്കിന് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, എല്ലാം പെട്ടെന്ന് മൂത്തുകൊള്ളും, കാരണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയല്ലേ. അതിനകത്തേക്ക് ഒരു 4-5 കൊച്ചുള്ളി ചതച്ചത്, ഒരു 4 അല്ലി വലിയ വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടിയിട്ട് ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ കറിവേപ്പില നാട്ടിലെ കറിവേപ്പില അല്ല, കുഞ്ഞു കറിവേപ്പിലയല്ലേ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ ഗീത ചേച്ചി എല്ലാം പറിച്ച് കഴുകി ഒക്കെ തന്നു വിട്ട കറിവേപ്പിലയാണ്. ഭയങ്കര നാട്ടിലെ കറിവേപ്പിലയാകുമ്പോൾ നല്ല മണമല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നന്നായിട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉലുവ എല്ലാം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ മസാലകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ, ഞാനിത് പെട്ടെന്ന് എടുക്കേണ്ടതായതുകൊണ്ട് വെച്ച് കൂട്ടാനൊന്നുമല്ല,
1 സ്പൂൺ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതൊരു 2.5 ടീസ്പൂൺ. മുളക് മൂക്കുന്നത് മല്ലിയൊക്കെ മൂക്കുന്നതിൻ്റെ കറക്റ്റ് മൂപ്പ ചുമയ്ക്കുന്നുണ്ടല്ലേ. 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം വെച്ചിരുന്ന് കൂട്ടാനാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിതിപ്പം ഇന്ന് തന്നെ കൂട്ടാനുള്ളതാണ്. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഞാൻ നല്ല പുളി തോട്ടുപുളിയാണ്, കുടംപുളി, അത് വെള്ളത്തിനകത്തേക്ക് ആ വെള്ളം ശകലിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുളക് പൊടി കരിയാതെ നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. ചട്ടിയുടെ തീ കുറച്ചിടണം. ചട്ടി ഭയങ്കര ചൂടായ മുളക് പൊടി പെട്ടെന്ന് കരിയും. ഇതിനെ നമുക്കിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ചിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പച്ചച്ചുവയെല്ലാം അങ്ങ് മാറിക്കിട്ടും. ഈ സമയത്ത് നമുക്ക് ശകലം ഉപ്പും കൂടെ കൊടുക്കും. ഉപ്പ് ഇപ്പം കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് തിളച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഉപ്പിടാം. ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയുടെയൊക്കെ അളവ് ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർക്കാം. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി ഞാനൊരു 2 കുടം പുളിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചതച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിനകത്തോട്ടിട്ടു. അപ്പം ഇത് നന്നായിട്ടങ്ങ് പുളിയെല്ലാം അങ്ങ് ഇറങ്ങി പുളി നല്ല സോഫ്റ്റ് ആവും ഒരു ഇളം ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ടേച്ചാൽ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പുണ്ട്. ഇനി പുളി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കി ഉപ്പൊന്ന് ലെവൽ ചെയ്തിട്ട് ഒക്കെ നമുക്ക് മീൻ ഇടുന്നതിന് മുമ്പ് അതെല്ലാം നമുക്ക് ചെയ്യണം. അപ്പം ഒരു ഇച്ചിരി വെള്ളം കൂടി ഇതിന് ആവശ്യമുണ്ട്. അങ്ങനെ ആ വെള്ളം കൂടി ഒഴിക്കാം. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലർക്ക് ഒത്തിരി ചാറായിട്ട് വേണം. മുളക് പൊടി മൂത്തേൻ്റെയാണ് ചുമയ്ക്കുന്നത്. അപ്പം ഇതിനെ നമുക്കൊന്ന് അടച്ചങ്ങോട്ട് വയ്ക്കാം. ഇവനിരുന്ന് അങ്ങോട്ട് തിളക്കട്ടെ. തീയും കൂട്ടിയിടുക. കണ്ടേ, നമ്മൾ അരപ്പ് തിളയ്ക്കാൻ വെച്ചിരുന്നത് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇളക്കിയിട്ട് ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഞാൻ തീ ഒരു മീഡിയം പരുവത്തി വെച്ചിട്ടാണ് അരപ്പ് തിളപ്പിച്ച പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പുളിയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഉപ്പ് ആവശ്യത്തിനുള്ളതുണ്ട്. നമുക്കപ്പോൾ ഇതിനകത്തേക്ക് ഇനി ആ മീൻ കഴുകി വെച്ചേക്കുന്നത് ഇങ്ങോട്ട് കൊടുക്കാം. മീനെല്ലാം പെരുക്കിയിട്ടു. എന്നിട്ട് നമ്മൾ പിന്നെ ഈ തവിയൊന്നും വെച്ചിട്ട് ഇളക്കരുത്. ഇന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കുക. എല്ലാം ഒന്ന് പതുക്കെ താത്ത് വെക്കണം. അയിലയുടെ മാംസവും വളരെ സോഫ്റ്റാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇച്ചിരി കറിവേപ്പിലയും നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. ആദ്യം 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വാങ്ങാൻ നേരത്തൊരു ശകലം ചേർക്കാം. അപ്പോൾ ഇപ്പം ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് അതവിടെ ഇരുന്ന് അരപ്പിനകത്തിരുന്നുകൊണ്ട് തിളക്കട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാമായിരുന്നു. കണ്ടോ, എല്ലാം നല്ലപോലെ തിളച്ചു. ഇത് ചട്ടി ഒന്ന് കറക്കി കൊടുക്കുക. ഉപ്പും പുളി എല്ലാം കറക്റ്റായി ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉടനെ കൂട്ടുന്നതിലും നല്ലത് ഇതങ്ങോട്ട് മൂലയിലോട്ട് മാറ്റി വെച്ചിട്ട് രാവിലെ വെച്ചിട്ട് രാത്രിയിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജുള്ളത് കൊണ്ട് നമ്മളൊരിത്തിരി മല്ലി ചേർത്തെന്നും പറഞ്ഞുകൊണ്ട് ചീത്തയാകത്തൊന്നുമില്ല. ഇനി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നാളെ ചൂടാക്കി ഉപയോഗിക്കാം. ഇതിപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് വെച്ച്
ഒരു 2-3 മിനിറ്റും കൂടെ ഇതിനെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ വെളിച്ചെണ്ണ എല്ലാം ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരും. വാങ്ങാൻ നേരത്ത് നമുക്ക് ഇച്ചിരി ഓയിലും കൂടി ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് വാങ്ങും. അപ്പോൾ തുറന്നിരുന്നൊരു 5 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. 5 വേണ്ട, 3 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോൾ കണ്ടില്ലേ, വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു. ഞാൻ തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നാക്കി. ഇനി ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. 4 or 5 ഒക്കെ ഓരോരുത്തർക്ക് ചേർക്കാം. വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ മീൻകറിയുടെ രുചി കൂടും, എരി കുറയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലൊന്ന് മീൻകറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ചൂട് ചോറോ ചപ്പാത്തിയോ അപ്പമോ, ചോറിനാണ് ഏറ്റവും നല്ലത്. പിന്നെ അപ്പത്തിൻ്റെ കൂടെ നല്ലതായിരിക്കും. ചപ്പാത്തിക്ക് ഈ മുളക് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. പക്ഷെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഭയങ്കര രുചിയാട്ടോ. നല്ല ഫ്രഷ് അയിലയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഈസി ആയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ അയിലയൊക്കെ വെട്ടുന്നുടനെ ഇങ്ങനെ അങ്ങ് ഈ വയറൊക്കെ അങ്ങ് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ കഷ്ണമൊക്കെ ഇങ്ങനെ അങ്ങ് മലക്കും. അതേസമയം ഇതൊക്കെ നോക്കിക്കതാ, കഷ്ണമൊക്കെ കണ്ട അതേപോലെ തന്നെ ഇരിക്കുകയല്ലേ. നമ്മളതിനകത്തോട്ട് കൈയിട്ട് അതിൻ്റെ കറുപ്പ് കളറും കുടലും എല്ലാം അങ്ങ് എടുത്ത് കളയണം. അപ്പോൾ ഇതിനി നമുക്ക് ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടിലിരുന്ന് ഇത് വീണ്ടും തിളച്ച് ഇതിൻ്റെ പുറത്തെ എണ്ണ എല്ലാം ഇറങ്ങും. ഉണ്ടോ, ഇപ്പം തന്നെ ഓൾറെഡി എല്ലാം ഇറങ്ങി. ഫൈനലായിട്ടൊന്നുകൂടി നോക്കാം ഉപ്പൊക്കെ. ആഹാ, ഉപ്പും പുളിയെല്ലാം അസാധ്യമായിട്ട് ഗ്രേവിക്കുണ്ട്. അപ്പോൾ കഷ്ണത്തിനും ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് കഷ്ണത്തേലും പിടിച്ചോളും. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതുപോലെ എല്ലാവരും സിമ്പിളായിട്ടുള്ള ഈ ഫിഷ് കറി ഉണ്ടാക്കി നോക്കണം. ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. വറക്കാനും പിടിക്കാനും ഒന്നും വേറെ പാത്രമൊന്നും കണ്ടോ, ഒറ്റ പാത്രത്തിനകത്ത് എല്ലാം ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരാഴ്ച ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടി ഉപയോഗിച്ചാലും ശരി തന്നെ. അതല്ല വെളിയിലാണ് വയ്ക്കുന്നെങ്കിൽ മല്ലിപ്പൊടി ഉപയോഗിക്കാതിരിക്കുക. അപ്പം നല്ല അയില കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊരു മുളക് കറി വയ്ക്കുക. എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായങ്ങളെല്ലാം നമ്മളോട് പറയുക. ഞാനിന്ന് ഒരു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. സാധനമൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കണ്ടപ്പോൾ തോന്നുന്നില്ലേ ഒരു ഫിഷ് കറി ആയിരിക്കുമെന്ന്. ഫിഷ് കറിയാണ്, പക്ഷേ നമ്മുടെ കയ്യിലും മീനിൻ്റെ സ്മെല്ലൊന്നും വരത്തില്ല, വീട്ടിലും സ്മെല്ലൊന്നും വരത്തില്ല, നമുക്ക് വെട്ടാനും പാടില്ല, ഒന്നുമില്ല. ഞാനിന്ന് ചെയ്യുന്നത് ടിൻ ട്യൂണ കൊണ്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സാൻഡ്വിച്ച് ഉണ്ടാക്കാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ നോർമൽ ട്യൂണ മീൻ കറി വയ്ക്കുന്ന മാതിരി തന്നെ നമുക്ക് ഈ ടിൻ ട്യൂണ കൊണ്ട് കറി ഉണ്ടാക്കാം. ടിൻ ട്യൂണ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ സാധനം സൂക്ഷിച്ച് വയ്ക്കാം. ഇത് സൺഫ്ലവർ ഓയിലിനകത്തൊക്കെ ഇട്ടാണ് ഇവർ വെച്ചേക്കുന്ന ടിന്നിനകത്താക്കി. ഒരു വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഇതിന് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് കടയിൽ നമ്മൾ വാങ്ങിക്കണം. അത് ഞാൻ പൊട്ടിച്ചിട്ട് അതിലെ ഓയിലെല്ലാം അങ്ങ് കളഞ്ഞു. ഞാനിപ്പോൾ ഒരു പാട്ടേ എടുക്കുന്നുള്ളൂ. ഓയിലെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇച്ചിരി നല്ല വെള്ളത്തിൽ വേണമെങ്കിൽ വാഷ് ചെയ്യാം. ഈ ഓയിലിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ വാഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സാധാരണ മീൻ കൂട്ടാൻ വയ്ക്കുന്ന മാതിരി കൂട്ടാൻ വയ്ക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നത്? ഇതിന് വലിയ പീസുകളൊന്നുമില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം, മുള്ളുമൊന്നുമില്ല. ട്യൂണ മീനിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ, ഒരുപാട് ഒമേഗയും ഒക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നല്ല ടേസ്റ്റുമാണ്. നല്ല ട്യൂണ മീൻ വാങ്ങിച്ച് കറി വെച്ച് വൈകിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വെള്ള ട്യൂണയും ഉണ്ട്, ചുമന്ന മാംസം ഉള്ളതുകൊണ്ട് വെള്ള മാംസം ഉള്ളതുകൊണ്ട് കൂടുതലും നമ്മൾ വാങ്ങിക്കുന്നത് വെള്ള മാംസം ഉള്ളതാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റാണിത് അച്ചാറുണ്ടാക്കാൻ. അപ്പോൾ ഇപ്പോൾ ട്യൂണയൊന്നും വെട്ടി ഞാൻ എൻ്റെ കൈയും ദേഹവും ഒന്നും സ്മെല്ല് വരുത്തുന്നില്ല, മുറിക്കകത്തും വരുത്തുന്നില്ല. അപ്പം പെട്ടെന്ന് അറിയാൻ വയ്യാത്ത, മീൻ വെട്ടാൻ അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്കും കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ മീൻ കറിക്കും എടുക്കുന്ന മാതിരി മുളക് പൊടി, ഉലുവ, ഒരു ശകലം മല്ലിപ്പൊടി, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, തോട്ടുപുളി ഒരു കഷ്ണം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിനൊരു തക്കാളിക്ക വേണം, കറിവേപ്പില, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്,
വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. ഒരു കഷ്ണം തോട്ടുപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടേക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമ്മളൊരു തക്കാളിക്കും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചോദിക്കും, ഇത് ഓയിലിനകത്ത് കിടക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമോന്നില്ല, അങ്ങനെയൊന്നും വരത്തില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി അടുപ്പ് വയ്ക്കാം. അപ്പം നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. കാരണം ഓയിൽ കുറച്ച് മതി. മറ്റേതും നമ്മൾ ഓയിലില്ലാത്തല്ലേ മീനിട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. മുഴുവൻ പൊടിക്കാത്ത ഉലുവ ചേർക്കുക. അത് ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് ഇതായിക്കോളും. പിന്നെ ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 വലിയ അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 6-7 കൊച്ചു. ഒന്നിച്ചങ്ങിട്ടാൽ മതി. എല്ലാം ഒന്നിച്ചിടാൻ കുറച്ച് കറിവേപ്പിലയും കൂടി പറഞ്ഞിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടും. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇടണം. അപ്പം ഒരു ടേബിൾ സ്പൂണിൻ്റെ 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി വയ്ക്കും. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിനകത്ത് എരി കൂടുതൽ വേണമെന്നവർ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്ത്. ഇത് ഞാൻ ഒരു ടിന്നിൻ്റെ കണക്കാണ് പറയുന്നത്. ഒരു തക്കാളി അരിഞ്ഞതും കൂടെ മൂട്ടിട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ തോട്ടുപുളി, അത് ആ വെള്ളം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെള്ളത്തിനകത്തിടാൻ. ആ വെള്ളവും ആ തോട്ടുപുളിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തോട്ടുപുളി ഒന്ന് 2-3 ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിടാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കണം. ഈ ഫിഷിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ടാണ് അവർ വയ്ക്കുന്നത്. അപ്പം കുറച്ച് ഉപ്പ് ഇടാവും. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. ഓയിൽ വെറുതെ അങ്ങ് കോരി ഒഴിക്കരുത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കഴുകി എടുത്താലും അതിനകത്ത് ഓയിലിൻ്റെ അംശമുണ്ട്. കുറച്ച് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തിരിഞ്ഞിരുന്ന് നന്നായിട്ട് ഇളക്കി. സാധാരണ എല്ലാ മീൻകറിയും വെക്കുന്ന മാതിരി തന്നെയാണിത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ചുമന്നുള്ളി കൂടുതലിടും, ഒരു തക്കാളിക്ക് ഇടും. പിന്നെ ഓയിലിൻ്റെ അളവ് കുറവാണ്, ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല. അതൊക്കെയാണ്. എന്തായാലും ടൂണ വളരെ ഗുണമുള്ള മീനാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്ക് ഈ ഇതാകുമ്പോഴേ, ഈ ടിന്നിലെ ടൂണയാകുമ്പോഴേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. മുള്ളു തൊണ്ടയ്ക്കുള്ളുവോ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സുഖമായിട്ട് ചോറിനകത്തും ചപ്പാത്തിക്കകത്തും അപ്പത്തിനും ഒക്കെ നല്ലതാണ്. കപ്പ വേവിച്ച് തിന്നാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റായതിന്. അപ്പം ഈ അരപ്പിരുന്നൊന്ന് തിളക്കട്ടെ. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പുളി ഉപ്പും ഒക്കെ നോക്കുക, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഈ പുളിയുടെ കഷ്ണം ഇനി പെറുക്കി മാറ്റുക കേട്ടോ. കാരണം ഇതിനകത്ത് കിടന്ന് വെന്ത് കുറുകുമ്പോൾ കുറച്ചുകൂടെ പുളി ഇറങ്ങും. അപ്പം നമുക്കിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള പുളി ആയിട്ടുണ്ട്, തക്കാളി ഉള്ളതുകൊണ്ട്. അത് കാരണം ഞാനായിട്ട് തോട്ടുപുളി അങ്ങ് മാറ്റാം. ഇനി നമുക്കിതിനകത്തോട്ട് ഈ മീൻ കണ്ട, ഇതിന് കഷ്ണമൊന്നുമില്ല. ഇതിങ്ങനെ മീൻ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇത് കൊടുക്കാൻ പറ്റും. കാരണം മീനിൻ്റെ കഷ്ണം കാണുന്നില്ലല്ലോ. ഞാനിതിനകത്ത് വെള്ളം ഒഴിച്ച് കഴുകി ഓയിലെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തത്. എങ്കിലും ഓയിലിൻ്റെ മയം കാണും, കണ്ടില്ലേ പിന്നേലൊക്കെ. ഇതിനെ ഇനി നമുക്ക് വലുതായിട്ട് ഇളക്കമൊന്നും വേണ്ട.
തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചു. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി കറിവേപ്പില കൂടെ നമുക്ക് നടച്ചു വെക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മാറ്റി നോക്കാം. നല്ല സ്പൂണിട്ട് ഇളക്കണ്ട, ഇളക്കിയ ഒന്നാമത് പൊടിയല്ലേ, കുറുകി. ആഹാ, ഇനി ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം ഉപ്പൊക്കെ നോക്കിക്കൊള്ളുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നമ്മൾ നോർമൽ മീൻ വെക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പൊതുവേ ചൂണയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ബാച്ചിലേഴ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ തന്നെ ഇതൊക്കെ ഹോം സ്റ്റേക്കൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് വെച്ച് കഴിക്കാം. അപ്പോൾ എല്ലായിടത്തും ടിൻ ചൂണയൊക്കെ കിട്ടും. ചൂണ മാത്രമല്ല, നമ്മുടെ മത്തി കിട്ടും, അയില ടിന്നിലിട്ട് കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ അതിനൊക്കെ മുള്ളുണ്ട്. ഇതാകുമ്പോൾ മുള്ളൊന്നുമില്ല. ഇതിങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിനകത്തൊക്കെ വെച്ച് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇത് ഞാനിനി വാങ്ങി വെച്ചിട്ട് കാണിക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തുറന്നിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മുകളിൽ ഈ എണ്ണ എല്ലാം തെളിയും. ഞാൻ എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ഇനി ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി കണ്ടില്ലേ വെളിച്ചെണ്ണയുണ്ട് ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം. അപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഇതിലിങ്ങനെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പം ഞാൻ ചെറുതായിട്ട് അടപ്പൊരു പകുതി ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ മീൻ താണ്ട വാങ്ങി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല പറ്റി ഇരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് ഇത് ഞാൻ വാങ്ങുന്നതിനൊരു സെക്കൻഡ് മുമ്പ് ഇടേണ്ടതാണ്. ഒരു പിഞ്ച് കായ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടച്ചങ്ങ് നിൽക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ കാണുന്ന ഇങ്ങനെ ഇരിക്കുന്ന അതേ കളറും ആ ഭംഗിയും പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു പിഞ്ച് കായവും ഞാൻ ഇട്ടിട്ടുണ്ട്. മണ്ടയ്ക്ക് ഒരു ശകലം കുരുമുളക് ചതച്ചതും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് വീണ്ടും നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. അപ്പം ഇത് വലുതായിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്, ഞാൻ പറഞ്ഞല്ലോ. ഇത് കഷ്ണമായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മീനിൻ്റെ സ്മെല്ല് പിടിക്കാൻ ഇഷ്ടമില്ലാത്തവരെല്ലാവരും ഈ മീൻ വാങ്ങിച്ചിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കണം. ഈ ട്യൂണ മീനിൻ്റെ തന്നെ വേറെ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ഒരു മീൻ കറിയാണ്, മീൻ മുളകിട്ടത്. നേരത്തെ എൻ്റെ ചാനലിൽ മീൻ മുളകിട്ടത് ഇട്ടിട്ടുണ്ട്. ചുമന്ന കിളിമീൻ ചെറുത് മുളക് കറി വയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്, ഇവിടൊക്കെ ഇതിന് ബാറക്കുട എന്ന് പറയും, നാട്ടിൽ ശീലാവ് എന്നാണ് പറയുന്നത്. ഇത്തിരി ഒരു 1.5 കിലോയുള്ള ഒരു ശീലാവ് മീൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചേക്കുകയാണ്. ഞാനതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് വിനാഗിരി വെള്ളത്തിൽ ഇട്ട് കുറേ സമയം വെച്ചിട്ട് വെള്ളം ക്ലിയർ ആകുന്നിടം വരെ വെച്ച് കഴുകി വൃത്തിയാക്കി വീണ്ടും വെള്ളത്തിനകത്ത് തന്നെ ഇട്ടേക്കുകയാണ്. വെള്ളത്തിനകത്ത് തന്നെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചോരയുടെ ഇതിങ്ങനെ ഒലിച്ചു വരും. അപ്പം നമ്മൾ കറിക്ക് മസാലയ്ക്കകത്തോട്ട് ഇടുമ്പോൾ മാത്രമേ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാവൂ കഷ്ണം. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അത്യാവശ്യം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ട് ചൂടാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കണക്കാക്കി ഉലുവ, 1 ടീസ്പൂൺ നിറച്ചില്ല, 1/2 ടീസ്പൂണേ, 1/2 ടീസ്പൂൺ പൊടിക്കാത്ത ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ, മീൻകറിക്ക് മുളക് കറി വയ്ക്കുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയാണ് വേണുന്നത്. പിന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് ശകലമൊക്കെ കുറയ്ക്കാം.
ഇത് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ ഞാൻ അതിലേക്ക് കൊച്ചുള്ളി, ഒരു 6-7 കൊച്ചുള്ളി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, വലിയ വെളുത്തുള്ളി അണ്ടിയിൽ ഒരു 5 എണ്ണം എടുത്ത് അരിഞ്ഞത്. ഇത്രയും കൂടെ ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വാടണം. വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വാടുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് 1 കിലോ മീനാണ് അതുള്ളത്. 1.5 കിലോയുടെ മീന കഴുകി വൃത്തിയാക്കി 1 കിലോ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യം 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ വലിയ എരി ഉണ്ടാകത്തില്ല. 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഇത് വഴങ്ങുന്ന സമയത്തേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടായി കിടക്കുന്നതിനകത്ത് ഡയറക്റ്റ് ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് ഒരു കരിഞ്ഞ ചുവ വരും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകത്തില്ല. നമുക്കിതിനെ വഴറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ പൊടിയുടെ അളവും നമുക്ക് കുറച്ച് മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഉള്ളി വാടട്ടെ. നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടി, ശകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടി പിന്നെ എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഇതാകും. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കുഴച്ച് വെച്ച 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ പച്ചച്ചുവ മാറി എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റണം. ഈ പാത്രം കൂടെ കഴുകി നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് പൊട്ടും കളയേണ്ട. ഈ ബാറക്കുട മീനിന് നന്നായിട്ട് സ്പൈസ് ആകണം. കാരണം അതിന് മാംസത്തെ പിടിക്കാൻ കുറച്ച് സോഫ്റ്റ് മീറ്റാണ് അതിൻ്റെ. പക്ഷേ അരപ്പ് കുറച്ച് പുളിയായാലും പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒരു ഇച്ചിരി കൂടുതൽ ചേർക്കണം. ഈ മുളക് കറിയെ ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. കാരണം ഇതിങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വെക്കുന്ന അന്നിത് കഴിക്കരുത്, പിറ്റേ ദിവസം വേണം കഴിക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ രുചി നന്നായിട്ടങ്ങ് വരുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യം വരത്തില്ല. നമ്മൾ മല്ലിപ്പൊടി ചേർക്കാതെ വെച്ച് കഴിഞ്ഞാൽ, മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. വളിച്ചു പോകും, അല്ലെങ്കിൽ ചീത്തയാകും. അപ്പം ഇത് നന്നായിട്ട് അങ്ങോട്ട് മൂത്തിട്ട് ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി ഇതിൻ്റെ ഓയിൽ തെളിഞ്ഞ് വരുന്നിടം വരെ ഇത് ഈ ചട്ടിയിൽ ചെറിയ തീയിലിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ആ ഉച്ച വെള്ളമെല്ലാം പറ്റി ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഞാനൊരു 1.25 ടീസ്പൂണ് ഉപ്പാണിത്. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് പിന്നെയും ചേർക്കാൻ പറ്റും. അതുകൊണ്ട് ഉപ്പൊക്കെ ഇടുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കുക. അതുപോലെ ഞാനിത് ചെയ്യുന്നത് കുടംപുളി ഇട്ടാണ്. സാധാരണ ചിലർ പിഴുപുളി യൂസ് ചെയ്യും. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും മുളക് കറി വെക്കുമ്പോഴായാലും മീൻ കറി വെക്കുന്ന പൊതുവേ കുടംപുളി ഇട്ട് തന്നെ ആയിരിക്കും. അപ്പം ഞാനിതൊരു വലിയ 2 കഷ്ണം ചെറിയ പീസുകളാക്കി എടുത്തേക്കുകയാണ്. ആദ്യം വെള്ളത്തിനകത്ത് കഴുകി വൃത്തിയാക്കി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റായി. ഇത് എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പുളി തന്നെ, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല. അപ്പം അതിനകത്ത് വലിയ അഴുക്കുകളൊന്നുമില്ല. ഞാനത് വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. പുളി കൂടുതലാണെങ്കിൽ നമുക്ക് അരപ്പ് തിളയ്ക്കുന്നുണ്ടേ എടുത്ത് മാറ്റും. ഇനി ഈ വെള്ളവും പുളിയും ഉപ്പും എല്ലാം കൂടെ കിടന്ന് ചെറിയ തീയിൽ വീണ്ടും വളരണം. അപ്പോഴത്തേക്ക് ആ അരപ്പിൻ്റെ പച്ചച്ചുവയെല്ലാം പോയിട്ട് പുളിയും ഉപ്പും എല്ലാം അരപ്പുമായിട്ട് അങ്ങ് ജോയിൻ്റായി നല്ലൊരു രുചി നല്ലൊരു മണവും കിട്ടും. അപ്പം നമുക്ക് അതുവരെ വറ്റിക്കൊണ്ടിരിക്കാം. ഈ ഒഴിച്ച വെള്ളവും എല്ലാം നന്നായിട്ട് വറ്റി വരണ്ട് വരട്ടെ. നമ്മൾ ഒഴിച്ച ആ പുളിയുടെ വെള്ളവും എല്ലാം വറ്റി നല്ല അരപ്പ്, നല്ല ഈ
ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന മാതിരി വെള്ളം എല്ലാം വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു. ഉപ്പുമൊക്കെ നോക്കി ഞാൻ. അപ്പം ആവശ്യത്തിന് ഇച്ചിരി കൂടി നിൽക്കുകയാണ്. ഇത് നമ്മൾ മീനിൻ്റെ കഷ്ണമൊക്കെ ഇടുമ്പോൾ അപ്പോൾ അതിൻ്റെ പച്ചച്ചൊവയെല്ലാം മാറി. ഇനിയാണ് സാധാരണ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ അങ്ങ് ചേർക്കുകയല്ലേ. അതിനെക്കാട്ടും ഒരു 10 മിനിറ്റ് കൂടെ സമയമെടുക്കും ഇങ്ങനെ വഴറ്റുമ്പോൾ. പക്ഷെ മറ്റേ മീൻ കറിയെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഇതിന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇച്ചിരി സമയം കൂടുതലെടുക്കും, ഗ്രേവിക്കൊക്കെ നല്ല കൊഴുപ്പുമൊക്കെ കിട്ടും. നമ്മളിപ്പോൾ അതിന് 4 സ്പൂണ് മുളക് പൊടി എടുക്കുകയാണ് 1 കിലോ മീനിനെങ്കിൽ ഇതിന് 3 സ്പൂൺ മതി. 3 തന്നെ വേണ്ട, 2.5 സ്പൂൺ മതി. എരി കുറവുള്ളവർക്ക് 2.5 സ്പൂൺ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, തീ കൂട്ടിയിട്ട് കൊടുക്കുക, ഉപ്പും പുളിയെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഈ അരപ്പിനെ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. ഗ്രേവി ഓരോരുത്തരുടെ സൗകര്യത്തിന്, ചിലർക്ക് കുറുകിയ ഗ്രേവി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസായിട്ടുള്ളതായിരിക്കും. അതനുസരിച്ച് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിന് ഉപ്പും പുളിയെല്ലാം ഉണ്ട്. ഇനി ഇതിൽ നിന്ന് തിളയ്ക്കട്ടെ. ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ. ഇതിന് തിളക്കട്ടെ. അരപ്പ് നന്നായിട്ട് തിളച്ചു. അപ്പം നമുക്ക് ഒന്നുകൂടെ ഉപ്പും പുളിയെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. എല്ലാം ഉണ്ട്. എല്ലാം ഇച്ചിരി മുന്നിട്ട് നിൽക്കുകയാണ്, പുളി ഉപ്പുമെല്ലാം. ഇതിനകത്തേക്ക് നമുക്ക് ഈ കഷ്ണം, ഞാൻ തലയും എല്ലാം ചെറുതാക്കി എടുത്തിട്ടുണ്ട്, അതുകൂടൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുകയാണ്. തലയൊക്കെ ഇട്ടാലേ കറിക്ക് ടേസ്റ്റ് വരുത്തുള്ളൂ. നല്ല എരിവുണ്ട്. കാശ്മീരി ചില്ലി ആയിട്ടുകൂടി നല്ല സ്പൈസിയാണ്. ഇച്ചിരി കപ്പയും കൂടെ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ്. ഇത് വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ മീറ്റ്. അപ്പം നമ്മൾ തൊലിയൊക്കെ ഇരിക്കുവാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം. ഒരു ശകലം നേരം ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം തൊലി ഇരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാംസത്തിനൊന്നും ഡാമേജ് ആകാതെ നമുക്കെടുക്കാൻ പറ്റും. ഞാൻ ഈ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം പെരുത്തിയുണ്ട്. തല 2ആയിട്ട് മുറിച്ചായിരുന്നു എൻ്റെ ഒരു ഭാഗമായത്. എല്ലാം ഞാൻ ഇട്ടു. ഇത് സ്പൂൺ വെച്ചൊന്നും ഇതിനെ ഇളക്കരുത്. ജസ്റ്റ് താത്ത് വെച്ച് കൊടുക്കുക. വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണം തിളയ്ക്കാനായിട്ട്. അതിനുശേഷം അടപ്പ് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് മുകളിൽ ഈ ഓയിലെല്ലാം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അടപ്പൊന്ന് മാറ്റുകയാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ചട്ടി ഒന്ന് കുറച്ചിട്ടിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീനൊന്നും ഒരുപാട് വേവൊന്നുമില്ല. ഇനി നമുക്കിതിനെ തുറന്ന് കൊണ്ടുവന്ന് നോക്കുക. പുളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനി തുറന്നിരുന്ന് ഒരു 5 മിനിറ്റ് തുറന്നിരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ വറ്റും. എന്നിട്ട് ഈ എണ്ണ ഇതേപോലെ എണ്ണ എല്ലാതും തെളിഞ്ഞ് വരും. നമുക്ക് 2 പൊടിക്കൈയും കൂടെ ഉണ്ട്, അതുകൂടെ ചേർത്തിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. മീൻ നല്ലപോലെ തിളച്ച് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് മൂളി വന്നിട്ടുണ്ട്. ഈ അവസാനത്തെ പൊടിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉലുവ വറുത്തതാണ് ആദ്യം, എങ്കിലും ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി മണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കൂടി പോകരുത്, കയ്പ്പ് വരും. 1/4 ടീസ്പൂണിൽ ഒട്ടും കൂടരുത്. അതേപോലെ തന്നെ ഒരു നുള്ള് കായം, അതും കൂടരുത്. ഒരു നുള്ള് കായം, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതെല്ലാം കൂട്ടി ചേർക്കുക.
കറിവേപ്പില ആവശ്യാനുസരണം എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ചട്ടി ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് കുലുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഉലുവാപ്പൊടി, കായവും വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്നുകൂടെ ചുറ്റിക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് താത്ത് വെച്ച് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. എന്നിട്ട് ഞാൻ കാണിക്കാം. ഗ്യാസ് ഓഫ് ചെയ്യും. എൻ്റെ മീൻകറി കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഞാനിങ്ങനെ അടച്ച് വെച്ചിരുന്നു. അതിനിപ്പോൾ നോക്കി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മീൻകറി ഇതുപോലെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് കമൻറ്റുകളൊക്കെ നമ്മളെ അറിയിക്കണം. നല്ല കപ്പ, ചൂട് കപ്പയും നല്ല ചൂട് ചോറും ഒക്കെ കഴിക്കാൻ ഇത് സൂപ്പറാണ്. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും മീൻകറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം.